ഫ്രണ്ട്സ്, ബ്രില്യൻ PSC കോച്ചിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ 100 ചോദ്യങ്ങളാണ്. എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരിക്രമ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 2, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായ ഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 3, 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം പുരസ്കാരം നേടിയ ചിത്രമേത്? ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, 2022 മാർച്ച് 4 അന്തരിച്ച ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഷെയ്ൻ വോൺ ആണ്. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 5, 2022 ഫെബ്രുവരി 14 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-52 ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹമാണ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-04 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 7, ആരുടെ ജന്മ ശതാബ്ദിയുടെ സ്മരണാർത്ഥം ആണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 8, 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9, 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ഓപ്ഷൻ ബി. PJ ജോസഫ്. ക്വസ്റ്റ്യൻ നമ്പർ 10, കേരളത്തിൽ ആദ്യമായി കൊറോണ സാഴ്സ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? തൃശൂർ ജില്ലയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11, വരണ്ട ഉഷ്ണകാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ഉഷ്ണകാലമാണ്. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 12, ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹാൽഡിയ ടു അലഹബാദ് ആണ്. ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13, ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഇലപൊഴിയും കാടുകളാണ്. ഇലപൊഴിയും കാടുകൾ. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 14, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഡെക്കാൻ പീഠഭൂമി. ക്വസ്റ്റ്യൻ നമ്പർ 16, താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്. ഗോതമ്പ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ പെയ്യുന്ന ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കിഴക്കൻ തീരസമതലമാണ്. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? കാവേരി നദീതീരത്താണ് തഞ്ചാവൂര് സ്ഥിതി ചെയ്യുന്നത്. ലിബുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഉത്തരാഖണ്ഡ്, ടിബറ്റ് ആണ്. ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 20, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 21, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21 A ആണ്. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 22, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? അരുൺ കുമാർ മിശ്രയാണ്. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 23, താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ ഡി ആണ്. സോഷ്യലിസം. ക്വസ്റ്റ്യൻ നമ്പർ 24, ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ
പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? ഓപ്ഷൻ ബി 10 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ബച്പാൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ്. ഓപ്ഷൻ എ കൈലാസ് സത്യാർത്ഥിയാണ്. കൈലാസ് സത്യാർത്ഥി. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ബംഗാളി ഭാഷയിൽ. ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇന്ത്യ ഗവൺമെന്റ് രൂപ എന്ന ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്നാണ്? ക്വസ്റ്റ്യൻ നമ്പർ 27. ഗവൺമെന്റ് രൂപ എന്ന ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്നാണ്? 2010 ജൂലൈ 15. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 28. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 13. താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമം നിർമ്മാണ സംവിധാനം നിലനിൽക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 13. താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര. ക്വസ്റ്റ്യൻ നമ്പർ 31. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 33. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 36. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 37. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 38. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 39. രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉം. ക്വസ്റ്റ്യൻ നമ്പർ 14. വർത്തമാനപത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം. ക്വസ്റ്റ്യൻ നമ്പർ 41. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1ഉം 2ഉം. താഴെ കൊടുത്തിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ 2ഉം 3ഉമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 43. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സി ആണ്. ഓപ്ഷൻ സി 1ഉം 2ഉമാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 45. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി
ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. ക്വസ്റ്റ്യൻ നമ്പർ 46. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 47. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. ക്വസ്റ്റ്യൻ നമ്പർ 48. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 49. ഒന്നാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 15. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 51. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 52. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി 1ഉം 2ഉമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 53. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. ക്വസ്റ്റ്യൻ നമ്പർ 54. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 55. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 56 ആണ്. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 57. മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. ക്വസ്റ്റ്യൻ നമ്പർ 58 ആണ്. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽ പെടാത്തത്. ഓപ്ഷൻ എ 2ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 59. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 16. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. ക്വസ്റ്റ്യൻ നമ്പർ 61 ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഇനാമൽ. ക്വസ്റ്റ്യൻ നമ്പർ 62. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി അസ്കോർബിക് ആസിഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 63 ആണ്. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ഹീമോഫീലിയ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 64. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ എ ആർദ്രമാണ്. ആർദ്രം. ക്വസ്റ്റ്യൻ നമ്പർ 65. കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. ഓപ്ഷൻ ഡി ആണ് ജീവകം എ. ക്വസ്റ്റ്യൻ നമ്പർ 66. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും ആണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 2ഉം 4ഉമാണ്. 2ഉം 4ഉം. ക്വസ്റ്റ്യൻ നമ്പർ 67. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഡി 1ഉം 4ഉം. ക്വസ്റ്റ്യൻ നമ്പർ 68 ആണ്. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം 4ഉം. ക്വസ്റ്റ്യൻ നമ്പർ 69. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 17. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 3ഉം 4ഉം.
ക്വസ്റ്റ്യൻ നമ്പർ 71. തെറ്റായ ജോഡി കണ്ടെത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 71. തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ബി വിറ്റാമിൻ സി, കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ എന്നിവയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 72. അൽനിക്കോ എന്ന ലോകസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? മഗ്നീഷ്യമാണ്. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 73. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 74. സിങ്ക് നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഓപ്ഷൻ സി ആണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ബി ആണ്. ബി 1, 3. ക്വസ്റ്റ്യൻ നമ്പർ 76 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 76. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 77. ഏതിൻ്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? ഓപ്ഷൻ എ ദൂരത്തിൻ്റെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 78. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്. 1, 2. ക്വസ്റ്റ്യൻ നമ്പർ 79. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ്. 2, 3. ക്വസ്റ്റ്യൻ നമ്പർ 18. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.